ഹായ് ഡിയേഴ്സ്, നമ്മൾ മാമൂസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കളർഫുള്ളായ പൂക്കളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അതിനിടയ്ക്ക് മാമൂസ് ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ആ പാട്ടൊന്ന് കേട്ടോ കേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിതൊന്ന് പാടിയിട്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കേട്ടോക്കിയേ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുക്കേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃത്താതെ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുക്കേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃത്താതെ. കൃഷ്ണ നീ എവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തള്ളിവിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ. എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെപ്പോൾ താകൃത്താതെ, ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെപ്പോൾ താകൃത്താതെ. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുക്കേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താകൃത്താതെ. പോവല്ലടോ, നിൽക്ക്, അടുത്ത പാട്ട്. മാമൂസേ പോയി, രക്ഷയില്ല, ഇനി കിട്ടൂല. ഒരു ഇതിന് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഇനി അടുത്ത പാട്ട് പിന്നെ എപ്പോഴെങ്കിലും കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ ബോഗൺവില്ലയുടെ കുറേ ഐറ്റംസ്, ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സും ഉണ്ട്. പല രൂപത്തിൽ ഇതളുകൾ, 3 ഇതൾ മുതലുള്ളത് വിരിയാത്ത മുട്ട് പോലെ, റോസാപ്പൂ പോലെ, ബൊക്കെ പോലെ, കുറ്റിച്ചെടിയായിട്ട് ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളരുന്നത്, ഇനി പൂവില്ലെങ്കിലും ഇലച്ചെടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും, ഈ എന്നിട്ട് മരച്ചെടിയായിട്ട് മേലോട്ട് വളരുന്നതും, ഒരു കൈ നീളത്തിൽ കൊലകുത്തി കായ്ക്കുന്നതും, ബൊക്കെ പോലെ റൗണ്ടിൽ കൊലകുത്തി കായ്ക്കുന്നതും, ഒറ്റപ്പൂവായിട്ട് വിരിയുന്നതും മുതൽ കുറ്റിച്ചെടിയായിട്ട് കണ്ട ഒറ്റയായിട്ട് നിൽക്കുന്നതും മുതൽ ഒരുപാട് കുറ്റിച്ചെടിയായിട്ടുള്ള ഐറ്റംസ് പറഞ്ഞാലും എല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. എല്ലാത്തിനും കളേഴ്സിൻ്റെ കാര്യം പറയാനില്ല. ഇനി പീച്ചിൻ്റെ തന്നെ പല വെറൈറ്റി, വയലറ്റിൻ്റെ പല വെറൈറ്റി, റോസിൻ്റെ പല വെറൈറ്റി, ഓറഞ്ചിൻ്റെ പല വെറൈറ്റി, പിന്നെ 2 കളറുള്ള മൾട്ടി കളറ് ഒരുപാടുണ്ട്. വൈറ്റും ഓറഞ്ചും, പിന്നെ പർപ്പിളും വൈറ്റും, റോസും വൈറ്റും വരുന്നുണ്ട്, റോസ് മാത്രം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട്. അതിൽ ഹൈലൈറ്റ് ആയിട്ട് 2-3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതൊക്കെ മൾട്ടി കളർ ഒറ്റ കടയുമ്പോൾ തന്നെ 2-3 കളേഴ്സായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് അതിൽ തോന്നിയത് എന്താണെന്ന് അറിയാം, അതായത് ഇതുപോലെ മുട്ട് ഇങ്ങനെ വിരിയാത്ത പോലെ, ഇത് നോക്കിയേ, കുഞ്ഞ് കുഞ്ഞ് മുളക് പോലെ നമുക്ക് തോന്നുന്നതിൽ അല്ലേ. അങ്ങനെ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, റോസ് ഫ്ലവർ ആണെന്ന് തോന്നിക്കും അതേപോലെ. പിന്നെ ബൊക്കെ പോലെ എന്ന് പറഞ്ഞത് ഒരു ഉണ്ട പോലെ നിന്നിട്ട് ചെറിയതായിട്ട് നിന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ലീഫ്, നമ്മൾ ഈ കേക്കിനൊക്കെ ഡിസൈൻ ചെയ്യില്ലേ, എനിക്കതുപോലെ തോന്നിയത്. അതുപോലെ തന്നെ ചില 2-3 ഇപ്പം നേരത്തെ വന്ന റോസിൻ്റെ പീച്ചിൻ്റെ ഒരു വേറെ കളർ ചേഞ്ചാണ് കേട്ടോ കണ്ടത്. ഇങ്ങനെ വിരിയാത്ത, നമുക്ക് തോന്നുന്നത് വിരിയില്ല, ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ വിരിയുന്നു, മുട്ടാണ്. പക്ഷേ മുട്ടല്ല, വിരിയൂല, മുട്ട് പോലെ ഇങ്ങനെ നിൽക്കുള്ളൂ, ഫുൾ ടൈം മുട്ട് പോലെ നിൽക്കുള്ളൂ, വിരിയൂല. അങ്ങനത്തെ ടൈപ്പ്. വൈറ്റിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. വെള്ള ഇതിൽ അത് ഒറ്റ പൂക്കളായിട്ടുമുണ്ട്, നേർമായ ലീഫുള്ളതുകൊണ്ട്, കട്ടിയിലുള്ളതുകൊണ്ട്, ഉണ്ടച്ചതുകൊണ്ട്, മേലെ പോയി കഴിക്കുന്നുണ്ട്,
മേലെ ചെന്ന് നിന്നാൽ മാത്രമേ കഴിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ തളർന്ന് താഴേക്ക് വീണാലും കഴിക്കും. എന്താ 3 ഇതൾ മാത്രമായിട്ട് നിൽക്കണം, അത് വേറിട്ട് നിൽക്കണത് കൊണ്ട് ഒന്നിച്ച് കൂടി നിൽക്കണതുകൊണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ വയലറ്റൊക്കെ കാണുന്ന അതേ ടൈപ്പിൻ്റെ ഒക്കെ വേറൊരു ഇതാണ്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. കുറേ ചിത്രശലഭങ്ങളെ കണ്ട ഡാർക്ക് റോസും പീച്ചും കലർന്ന ഒരു കളറൊക്കെയാണ്. അതുപോലെ കണ്ട അങ്ങനെ വടി പോലുള്ള സാധനം കൂടുതലുണ്ട്. അതൊരു വെറൈറ്റി ടൈപ്പ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതെല്ലായിടത്തും കാണാനല്ലേ എന്ന്. അല്ല കേട്ടോ, ഇത് കളറിന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കളേഴ്സും ഇങ്ങനത്തെ മോഡലുകളും കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇതേ ഒരു വെറൈറ്റി സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നോക്കി എന്ത് ഭംഗിയാണ്, ക്യൂട്ടായിട്ട്. ശരിക്കതേ ചട്ടിയിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, റോസല്ല എന്ന് പറയില്ല. കണ്ട, ഇതാണ് ഞാൻ ഈ വിരിയാത്ത ടൈപ്പ് എന്ന് പറഞ്ഞതിൻ്റെത്. ഇവരെ എല്ലാ സ്ഥലത്ത് കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഇവർക്ക് എന്നും വാല്യൂ ആണ്, ഇഷ്ടപ്പെടും. ഈ ഒരു ടൈപ്പ് ഉണ്ട്. നേരത്തെ നമ്മൾ റോസ് കണ്ടില്ലേ, അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞു കണ്ട ലൈറ്റ് വയലറ്റ് 3 ഇതളേ ഉള്ളൂ. അതിങ്ങനെ ഒറ്റയായിട്ട് കഴിക്കുന്നതാട്ടോ. ഇത് ഭയങ്കര നീളത്തിൽ, നമ്മളൊരു കൈത്തണ്ടയുടെ ഒക്കെ നീളത്തിനുണ്ടായിരിക്കും, അത്രയും നീളത്തിൽ ഇങ്ങനെ വളരെ കണ്ട. ഇത് 4-5 തണ്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ കുത്തനെ നിൽക്കണമെന്ന് നല്ല രസമാണ്. ഇത് മൾട്ടി കളറ് റോസ്, വയലറ്റ്, വൈറ്റ് എല്ലാം കലർന്നത് ഒറ്റ കടമിലാണ് കേട്ടോ ഇതെല്ലാം നിൽക്കുന്നത്. പിന്നെ വേറൊരു നോക്കിയാൽ നമുക്ക് തോന്നുന്നത് വാടിപ്പോയി നിൽക്കുക, നല്ല കേട്ടോ. ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് അതാണ്, നല്ല ഭംഗിൻ്റെ അത് കാണാൻ. താഴേക്ക് അത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയോ മേലോട്ട് നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ലൈറ്റ് വയലറ്റ്, ഇത് നേരത്തെ നമ്മൾ കട്ടയായിട്ട് കണ്ടില്ല, അതിൻ്റെ തന്നെ ഡാർക്ക് കളറ്. ഇത് മെറൂണും വയലറ്റും കൂടി കളർന്ന പോലത്തെ ഒരു കളറാണ്. ഇപ്പോൾ ഇത്രയും കണ്ട് നോക്കിയാൽ ഓറഞ്ച്, അയ്യോ എന്ത് രസമല്ലേ കാണാൻ. ഇതിൻ്റെയൊക്കെ ലീഫിന് നല്ല വലുപ്പമുണ്ട്. നേരത്തെ കട്ടയെ കണ്ട് ലീഫിന് ഇത്തിരി ഇങ്ങനെ ചറപറാന്ന് നമ്മൾ ഈ കടലാസ് വെട്ടിട്ട പോലെ തന്നെയായിരുന്നു അതിന്. ഇതങ്ങനെയല്ല, ഇത് നല്ല വലുപ്പമുള്ള ഫ്ലവറാണ്, പക്ഷെ കട്ടയായിട്ട് കാണിക്കില്ല. കണ്ട, ഇതിൻ്റെ തന്നെ എല്ലാ ടൈപ്പിനും കുറേ കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കണ്ട വിരിയാത്ത പോലത്തെ സംഭവം ഇതാ. ഇതിൻ്റെ തന്നെ പീച്ച് ഉണ്ട്, റോസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. ഇതിൻ്റെ ബൊക്കെ പോലെയുള്ള ഒരു ടൈപ്പിൻ്റെ മിക്ക കളേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ റോസ് ഫ്ലവർ നിൽക്കണ പോലെ തോന്നും നമുക്ക് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ. ആ ടൈപ്പിൻ്റെ തന്നെ മജന്തയും റോസും ഉണ്ട്. ഇത് മെറൂൺ കളറിലാണ് കേട്ടോ. ഇത് ലൈറ്റായിട്ട് തോന്നിക്കണം, മെറൂണ് വയലറ്റ് ഒക്കെ കളറിലാണ് ഈ ടൈപ്പ്. ഇത് നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ് ഇതിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ സാധനം ആണ് ചെറിയ ചട്ടിയിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. അത് പെയിൻറ്റും പാട്ട വീണ പോലൊക്കെ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ മാമൂസ് പാടി പാട്ട് ഇഷ്ടമായവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ വീണ്ടും ഇതുപോലെ ഒന്ന് പാടുള്ളൂ, അല്ലെങ്കിൽ പാടൂല വേറെ വീഡിയോയിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.